ഇപ്പോഴത്തെ വാഗമണ്ണിലോട്ട് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി മലനിരകൾ നമ്മളെ മുമ്പിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കാട്ടിലൂടെയാണ് സഞ്ചരിച്ചതെങ്കിൽ ഈ ആഴ്ച നമ്മൾ മലകളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇനി കാലാവസ്ഥയൊക്കെ മാറുകയാണെങ്കിൽ നമുക്ക് കാട്ടിലോട്ടുകൂടെ കയറാം. അപ്പം നമ്മുടെ ജോപ്പൻ്റെ യാത്ര തുടരുകയാണ്. കാടും മേടും മലയും കടന്ന് നമ്മൾ ഇടുക്കിയിലേക്ക് നീങ്ങുകയാണ്. ഒക്കെ ആയിട്ട് നമ്മുടെ യാത്ര അടിപൊളിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ തീക്കോയിൽ നിന്ന് കയറി ചെയ്തുണ്ടോ, കോടയൊക്കെ ഇറങ്ങി വരുന്നു. നല്ല മഴയുണ്ട്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തെ ചെറിയ കാറ്റും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യാത്ര അടിപൊളിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ, കോടമഞ്ഞ് ആദ്യത്തെ കോട കിട്ടിയിരിക്കുകയാണ്. നമ്മൾ വാഗമണ്ണിലേക്ക് കയറുന്നതേ ഉള്ളൂ. ഇതൊരു ചെങ്കുത്തായ സ്ഥലമാണ്. ഇത് കണ്ടോ, താഴെ ഒരു ഇതൊക്കെ ഒഴുകി പോകുന്നത് കാണാം. വളരെ കുത്തനെയുള്ളൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വാഴ കവുങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തെ കോട കയറി വരുന്നുണ്ട്, അങ്ങറ്റത്ത് തെളിയുന്നുമുണ്ട്. ഇതുണ്ടോ, മലനിരകളൊക്കെ നല്ല നമ്മളെ മാടി വിളിക്കുകയാണ്. അടിപൊളി. അപ്പോൾ നമ്മൾ കയറി മുകളിലോട്ട് പോകാം അല്ലേ. അപ്പോഴത്തെ മൊത്തം കോട കയറിയിരിക്കുകയാണ്. ഞാനിവിടെയുള്ള ഒരു പള്ളിയിലോട്ട് വന്നതാണ്. ആ കാണുന്നതാണ് താഴെക്കൂടെയുള്ള വഴി. ഏറ്റവും അടിയിൽ കാണുന്ന ആ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ കിലോമീറ്ററുകൾ തള്ളി മുകളിലോട്ട് കയറി വന്നത്. കണ്ടോ, കോട കയറി കിടക്കുന്നുണ്ടോ, എന്നാ രസമാണെന്ന് നോക്കി. അടിപൊളി. ഇതുപോലുള്ള കാഴ്ചകൾ കിട്ടണം നിങ്ങൾ കോട്ടയം ഇടുക്കിയിലൊക്കെ വരണം. ഇതുണ്ടോ, കോട്ടയം ജില്ലയിലാണിത്. കോട്ടയം ജില്ലയുടെ എൻഡ് പോയിൻ്റാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇല്ലിക്കക്കല്ല്. കാര്യാട് ടോപ്പൊക്കെ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ആ ഏരിയയാണ്. ആ വാഗമണ്ണിലേക്ക് നമ്മൾ കയറുന്ന ഏരിയ. അപ്പോഴത്തെ കോടയൊക്കെ കയറി അടിപൊളിയായിട്ട് കിടക്കുന്നു. ഇത് മൊത്തം കോടയാണ് കേട്ടോ. താഴെ കാണുന്നത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഈ സൈഡിലോട്ട് കോട കയറി വരുന്നതേ ഉള്ളൂ. ആ പ്രദേശം മുഴുവൻ കോട കയറി. ഇതുണ്ടോ, അടിപൊളി. സൈഡ് മുഴുവൻ കോട കയറി. ചെറിയ മഴയുണ്ട്, കാറ്റുമുണ്ട്. അപ്പം ഞാൻ മുമ്പോട്ട് പോവുകയാണ്. ആ പ്രദേശത്തു നിന്നാണ് ഞാൻ 1.5 കിലോമീറ്റർ തള്ളി ഇവിടെ മേളി വരെ വന്നത്. 1.5 കിലോമീറ്റർ തള്ളിയാണ് മേളിലോട്ട് വന്നത്. കോട കയറുന്നു, മഴ വരുന്നു. അപ്പം ഈ വഴിയെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വാഗമണ്ണിലെ ഒരു മലയുടെ മുകളിലുള്ള പള്ളിയുടെ അവിടെയാണ് ഞാൻ. ഇതുകൊണ്ട് മൊത്തം കോട കയറി മനോഹരമായി കിടക്കുന്ന ഒരു പള്ളി. ഇതാണ് പള്ളി. അൽഫോൻസാമ്മയുടെ നാമത്തിലുള്ള പള്ളിയാണ്. അപ്പോഴത്തെ ഞാൻ സൈക്കിളൊക്കെ തള്ളിക്കയറ്റിക്കൊണ്ട് വന്ന് ഈ മലയുടെ മുകളിലെത്തിയിട്ടുണ്ട്. കുഞ്ഞ് കിടന്നുറങ്ങുന്നു. കുഞ്ഞ് ഇച്ചിരി നനഞ്ഞ്, അതുകൊണ്ട് അവൾ ഇച്ചിരി സങ്കടത്തിൽ കിടക്കുകയാണ്. ക്യാമറ ഇടയ്ക്കിടയ്ക്ക് മഞ്ഞ് പിടിക്കുന്നുണ്ട് കോട കയറുന്നതുകൊണ്ട്. അതുകൊണ്ട് ഇതൊന്ന് തൂക്കാനുള്ളൊരു മാർഗ്ഗവും ഇല്ല. അപ്പോൾ അതെ കുഞ്ഞ് കിടക്കുന്നു. ആ ചെന്തരിപ്പന്നെ ഇറക്കാം കേട്ടോ. ഇവിടെ പള്ളിയുടെ ഇവിടെ ഇറക്കാം. ഇതുണ്ട്, നല്ല മഞ്ഞ് കോട കയറി നല്ല അടിച്ച് പൊളിച്ച് കിടക്കുകയാണ്. സൂപ്പർ ഏരിയ. അവിടെ ഒരു റിസോർട്ടൊക്കെ ഉണ്ട് മുകളിൽ. അപ്പോഴത്തെ കോട നല്ല കോടയാണ്. ഒന്നും കാണത്തില്ല. പ്രദേശം മുഴുവൻ നല്ല രസമുള്ള സ്ഥലമാണ്. പക്ഷെ ഒന്നും കാണാൻ മേലാത്ത പരുവത്തിലാണ്. ഞാൻ കയറി വന്നപ്പോൾ കണ്ട കോട മൊത്തം ഇങ്ങ് കയറിപ്പോന്ന്. രണ്ട് ഇത് മുഴുവൻ ഞാൻ കയറി വന്ന ഏരിയയാണ്. അതുകൊണ്ട് ആ സൈഡിൽ താഴെയൊക്കെ നമുക്ക് കാണാം. റബ്ബർ തോട്ടമൊക്കെ നല്ല അടിപൊളി കോട കയറി മറഞ്ഞു കിടക്കുകയാണ്. ഈ വൈബ് അടിക്കാൻ ഇവിടെ തന്നെ വരണം കേട്ടോ. ഒരു ഹിഡൻ പ്ലേസ് തന്നെ, അടിപൊളി സ്ഥലം. ഈ ഹിഡൻ പ്ലേസ്
ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഇവിടെ നാട്ടുകാർ ഇവിടെ റിസോർട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വന്ന് താമസിക്കാനാലൊക്കെ ഈ നമ്മൾ ഇടുക്കി ജില്ലയിലോട്ട് പോകണ്ട, കോട്ടയത്ത് തന്നെയുണ്ട്. കോട്ടയത്തിന് കാര്യാട് ടോപ്പ് കയറി ചെല്ലുന്നത് നമ്മുടെ കോട്ടയം തീരുകയാണ്. അപ്പോഴത്തെ ഇതാണ് വൈബ്. രണ്ട് മലകളുടെ നടുവിലാണ്, ഒരു മലയുടെ ചെരുവ് തീരുന്നിടത്താണ്, നേരെ ടോപ്പിൽ ഒരു മലയുടെ ടോപ്പിൽ കൂടിയാണ് ഈ വഴി. രണ്ട് സൈഡും ചെരുവ്. വെടിക്കെട്ട് സ്ഥലം. അതിൻ്റെ ഒരു സൈഡിലാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. കണ്ടോ, വൈകിട്ട് ഇവിടെ ആൾക്കാരൊക്കെ വരുമെന്നാണ് പറഞ്ഞത്. ഏതെങ്കിലും വന്ന വഴിക്ക് കുറേ പിള്ളേരെയൊക്കെ കണ്ടായിരുന്നു, അവരെല്ലാം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വന്നു കഴിയുമ്പോഴത്തേനും വൈകിട്ട് വഴി പിടിച്ചിരിക്കാം. അപ്പോൾ ഏതൊക്കെയായാലും ഞാൻ ഇതെല്ലാം കഴിക്കാൻ പോവുകയാണ്. ഒരു കട്ടക്കാപ്പി ഉണ്ടാക്കി കുടിക്കണം, കുഞ്ഞിക്ക് എന്തെങ്കിലും കൊടുക്കണം, കുഞ്ഞിനെ ഒന്ന് ഇറക്കണം. ഇറക്കിയിട്ട് അങ്ങോട്ട് വിടാനാണെന്നൊരു പിടുത്തവുമില്ല. ഏതൊക്കെയാലും മഴ തോർന്നിട്ടുണ്ട്. ആഹാ, ഇതാണ് പള്ളി, വളരെ മനോഹരമായ പള്ളി. ഇത് കണ്ടോ, അൽഫോൻസാമയുടെ നാമധേയത്തിലുള്ള പള്ളിയാണ്. നല്ല ചെറിയൊരു പള്ളി. ഇവിടെ മാസത്തിലൊന്നൊക്കെയേ ഉള്ളൂ കുർബാന. അപ്പോൾ ഈ പള്ളിയുടെ മോണ്ടളത്തിൽ നിന്ന് കിടക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് പിന്നെ മലബാറുകാരനായതുകൊണ്ട് എവിടെ വേണേലും പോയി കിടക്കുന്നതിന് ആരോടും അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. മാർത്തോമാക്കുരിശ് എവിടെ കാണുന്നോ അവിടെ കയറി കിടക്കും. പിന്നെയും മഴ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു സ്റ്റെയർ കേസ് കാണുന്നുണ്ട്, നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ മുപ്പിളി കൊണ്ടുള്ളതുകൊണ്ട് താഴെ കിടന്നാൽ ചിലപ്പോൾ ചെവി കയറും. അവിടെ ഒന്ന് പോയി നോക്കട്ടെ. അതിൻ്റെ മേളിൽ വല്ല റൂമും ഉണ്ടെങ്കിൽ അവിടെ പോയി കിടക്കാമല്ലോ, തണുപ്പും കുറച്ച് കിട്ടും. ഗ്ലൗസ് നീ വാ, ഗ്ലൗസ് നീ ഞാൻ വന്നിട്ട് ക്ലീൻ ചെയ്യാം. നമ്മുടെ ഗ്ലൗസാണ് കേട്ടോ, നിറച്ച് ചെളിയായിപ്പോയി. നമ്മളവിടെ ഇവിടെ എല്ലാം പിടിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇച്ചിരി മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ കുരുവിക്കൂടൊക്കെ ഉണ്ട് കേട്ടോ, കുരുവിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഹിഡൻ പ്ലേസാണ്, ഒറ്റയ്ക്കാണ്, മഴയുണ്ട്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാല് തെന്നാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു സ്റ്റെയർ കേസ് കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. നോക്കട്ടെ എന്നാ സംഭവം. ഒരു സ്റ്റെയർ കാണുന്നുണ്ട്, മുക്കിളി വണ്ടീൻ്റെ കളിയാണ്. വാ, ഇല്ല, അതെനിക്ക് തോന്നുന്നത് അച്ഛന്മാർ വരുമ്പം താമസിക്കാനുള്ള റൂമാണെന്ന് തോന്നുന്നു. ഇവിടെ ബാത്റൂം സെറ്റപ്പ് ഒന്നും കാണുന്നില്ല. ബാത്റൂം സെറ്റപ്പൊക്കെ ഉണ്ട്, പക്ഷേ താക്കോലില്ല എന്നുള്ളത് വലിയ സങ്കടകരമായ ഇതാണ്. പിന്നെ വിശാലമായ റബ്ബർ തോട്ടമാണല്ലോ നമ്മളെ മാടി വിളിക്കുന്നത്. വെളിയിലെങ്ങും ഒരു സോക്കറ്റ് പോലും ഇല്ല ഒന്ന് ചാർജ് ചെയ്യുക. അത് നടക്കുമെന്ന് തോന്നുന്നില്ല, ചാർജിങ് നടക്കുമെന്ന് തോന്നുന്നില്ല. കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ അത്യാവശ്യ സാധനമുള്ളൂ. എൻ്റെ ദൈവമേ, എന്നാ മുപ്പിളിയാ ദൈവമേ, മുപ്പിളിയുടെ കളിയാണ്. ചെവിക്കകത്ത് കയറാതെ പേപ്പറും എല്ലാം തിരികെ ചെവി വെച്ചിട്ട് വേണം കിടക്കാൻ. അല്ല, ചെവിക്കകത്ത് ആസനത്തിൽ വരെ മുപ്പിളി കയറി കളിക്കും. അപ്പോഴത്തേ ഞാൻ തിരിച്ചിങ്ങോട്ട് പോന്നു. മുപ്പിളിയുടെ മുഴുത്ത ആശാന്മാരൊക്കെ ഉണ്ട് കേട്ടോ, വലിയ മുപ്പിളി, ചെറിയ മുപ്പിളിയൊന്നുമല്ല. ഇത് കണ്ട പുളിപ്പുട്ടം. അപ്പോൾ ശരി, ഞാൻ ഒരു ചായ വെക്കട്ടെ, എന്നിട്ട് സുഖമായിട്ടൊന്ന് തോർത്തി കുടിച്ചിരിക്കാം. നേരം മൊബൈലിൽ കളിച്ചുകൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് നോക്കുമ്പോഴത്തേ ഫുള്ള് കോട കയറി. മൊബൈലിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ എഡിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ നെറ്റ് കുറവായതുകൊണ്ട് ഇച്ചിരി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് ഞാൻ താഴെ നോക്കുമ്പോൾ നല്ലൊരു വെള്ളപ്പാച്ചിൽ പോകുന്നുണ്ട്. പക്ഷേ അത് അടുത്ത് പോയി എടുക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ മഴയായതുകൊണ്ട് നമുക്കതിനൊന്നും സാധിക്കില്ല. റിസ്ക് എടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം കുഞ്ഞി ഒറ്റയ്ക്കാണ്, രാത്രിയാകുന്നു. സമയം ഒരു 5:30 6 മണിയായിട്ടേ ഉള്ളെന്ന് തോന്നുന്നു. നോക്കട്ടെ. അതെ 5:45 ആകുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ അവസ്ഥ ഇതാണ്. അടിപൊളി സെറ്റപ്പാണ്. നോക്കി എന്നാ രസമാണ്. കോട കയറി വന്നിരിക്കുക. ഒരു 7 മണി 8 മണിയുടെ മൊഞ്ചുണ്ട്. ഏതൊക്കെയാലും സ്റ്റൗവും വെള്ളമൊക്കെ ഞാൻ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. എപ്പോഴേലും പെട്ടെന്നൊരു കാപ്പി ഉണ്ടാക്കി കുടിക്കണമെന്ന് വെച്ചെന്നാൽ നടക്കുമെന്ന് അറിയാം. കുത്തനെ കയറ്റാ കേട്ടോ കയറി പോകുന്ന ആൾക്കാർ. ഈ പള്ളിയുടെ സ്ഥലമാണിത്. റബ്ബർ തോട്ടമാണ്, പാലാ രൂപതയിൽപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മളിന്ന് ആൾട്ടായിരിക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ വെക്കാൻ സ്ഥലമുള്ളൂ. ഈ സ്റ്റെയർ കേസ് ഉണ്ട് അടിയിൽ. കുഞ്ഞിനെ അതിൻ്റെ അടിയിൽ കയറ്റി കെട്ടി.
അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ട ഭാഗമാണിത്. ഇന്നലെ മഞ്ഞ് മൂടിക്കിടന്ന മലനിരയാണ്. ഇന്ന് ഇച്ചിരിയും കൂടി മഞ്ഞില്ലാതെ കിടപ്പുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇന്നലെ ഇവിടെ വന്ന് നിന്നാണ് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചത് മഞ്ഞ് കയറി വരുന്നത്. കണ്ടോ, ആ മലനിരയുടെ അടിയിൽ നിന്നൊക്കെ ചെറിയ പുകച്ചൊക്കെ കയറി വരുന്നുണ്ട്. മഴ വരുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെയാലും വാഗമണിലെത്തണം. അതിനുള്ള ശ്രമത്തിലാണ് ഞാൻ. അല്ലെ മേലത്തെ പള്ളിയിലേലും എത്തണം. അപ്പോൾ നമുക്ക് ചവിട്ടി പിടിക്കാം. കുഞ്ഞി സേഫാണ്. രാവിലെ തീറ്റയൊക്കെ കഴിച്ചിട്ട് കയറി കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു ഉറക്കമൊക്കെ കാണും. അപ്പോഴത്തെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു വെള്ളച്ചാട്ടം കണ്ട്. വെള്ളികുളത്താണ്. വെള്ളികുളം പള്ളിയിലേക്ക് പോകുന്ന വഴിക്കാണ് ഇത്. ഞാൻ ഇന്ന് താമസിച്ചിരുന്ന ആ ഭാഗത്തു നിന്നാണ്. ഇതിൻ്റെ നേരെ മേളിലാണ് ഞാൻ താമസിച്ചിരുന്നത്. ഇവിടുന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, മേളിലാണ് പള്ളി. ആ പള്ളിയിലാണ് ഞാൻ താമസിച്ചിരുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വന്നാണ്. ഇങ്ങനെ വന്ന് നല്ലൊരു വെള്ളച്ചാട്ടം തകർത്ത് വാരി വരികയാണ്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ആ സൈഡിൽ നിന്ന് ഒരു വെള്ളച്ചാട്ടം വരുന്നുണ്ട്. രണ്ടുകൂടെ ചേർന്നിട്ടാണ് ഇങ്ങോട്ട് ഒഴുകി വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ഹോം സ്റ്റേ ഒക്കെ വരുന്നുണ്ട്. പണി നടക്കുന്നതേ ഉള്ളൂ. വളരെ കാലങ്ങളായിട്ട് കിടക്കുന്ന ഒരു ഹോം സ്റ്റേ ആണ്. ഈ ഹോം സ്റ്റേയുടെ പഴയ ഓണറുടെ വീടിൻ്റെ അടുത്താണ് ഞാൻ താമസിച്ചിരുന്നത്. ഇതുകൊണ്ട് ഈ വെള്ളം കുത്തി ഒലിച്ച് താഴോട്ട് പോകുന്നത് കാണാൻ പറ്റും. ഇത് വളരെ മനോഹരമായൊരു നീർച്ചാല്. അപ്പോൾ നമ്മൾ വാഗമണിലോട്ട് കയറുകയാണ്. കുഞ്ഞിനെയും സൈക്കിളും ഒക്കെ ഞാൻ അവിടെയാണ് വെച്ചത്. ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വരായിരുന്നു. പിന്നെ ഇവിടെ വളവായതുകൊണ്ടാണ് നമ്മൾ അവിടെ തന്നെ വെച്ചിട്ട് പോകുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു ഹോം സ്റ്റേ വരുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് പണിതിട്ടതാണ്. എനിക്ക് തോന്നുന്നൊരു 10-20 വർഷമായി ഇത് ഇവിടെ കാട് പിടിച്ച് കിടക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴാണത് ഓക്കെ ആക്കിയത്. ഒരു ഹോട്ടലൊക്കെയാണ് സെറ്റാക്കിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള വരവിൽ ഇവിടെ നിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ട് പോവാം. ഇവിടെ പണി നടക്കുന്നതേ ഉള്ളൂ. ഇത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പണിതിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. വാഗമണിലൂടെ നമ്മൾ കയറി വരുമ്പം പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റാത്ത ഒരു വെള്ളച്ചാട്ടമാണിത്. വളരെ മുകളിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ഈ മരം നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇതുണ്ട്, ഈ വെള്ളം ഇങ്ങനെ താഴോട്ട് ഒഴുകി പോവുകയാണ്. മഴക്കാലത്ത് മാത്രമേ ഇത് ഉണ്ടാവുകയുള്ളൂ. പക്ഷേ വളരെ മനോഹരമാണ്. വളരെ ഹൈറ്റിൽ നിന്നാണ് വരുന്നത്. ഈ മരം വെട്ടിക്കളയുവാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് ഇവിടുന്ന് കാണാൻ പറ്റും. വെള്ളച്ചാട്ടത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതാ മലനിരയാണ്. മഴക്കാറുണ്ട്, നല്ല മഴക്കാറാണ്. അതുകൊണ്ട് ഒന്നും ക്ലിയറായിട്ട് അങ്ങ് കിട്ടുന്നില്ല. മൂടിക്കിടക്കുന്ന അന്തരീക്ഷമാണ്. അപ്പോൾ വെള്ളികുളത്തേക്ക് പോകുന്ന വഴിയിലാണ്. വെള്ളികുളം പള്ളി മുകളിലാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് വെള്ളികുളത്തെ ആ മനോഹരമായ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ഇവിടെ തെലുങ്കാനയിൽ നിന്ന് വന്ന കുറച്ച് ആളുകളുണ്ട്. പരന്നൊഴുകുന്ന ഒരു വെള്ളച്ചാട്ടമാണിത്. ഒരു ചെറിയ വെള്ളച്ചാട്ടം. പക്ഷേ പണ്ട് കാലത്ത് ഇവിടെ മുഴുവൻ വള്ളിപ്പടപ്പൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ നിന്നായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ മാറി മുകളിലേക്ക് പോയാൽ നല്ല രീതിയിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ മുകളിലോട്ടൊന്ന് പോവുകയാണ്. മുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റിയല്ല. അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവിടെ നായയൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല ചാട്ടം മേടിയിൽ നിന്നാണ്. അപ്പോൾ വാഗമണിലോട്ട് നമ്മൾ കയറുമ്പോഴത്തേനും നമുക്ക് ചെറിയ ചെറിയ നീർച്ചാലുകളും വലിയ നീർച്ചാലുകളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ കയറി വരുമ്പോൾ കണ്ട ഒരു നീർച്ചാലാണ്. വളരെ മനോഹരമാണ്. ചെറിയൊരു വെള്ളച്ചാട്ടം, പക്ഷേ അതിൻ്റെ മനോഹാരിത വ്യത്യസ്തമാണ്. ഇവിടുന്ന് നോക്കുമ്പോഴും നമ്മൾ ആ മലനിരകളാണ് കാണുന്നത്. നമ്മൾ മുകളിലോട്ടാണ് പോകുന്നത്. ആ വഴിയൊക്കെയാണ് നമുക്ക് കയറി പോകേണ്ടതെന്നാണ് തോന്നുന്നത്. അതിൻ്റെ മുകളിലൊക്കെ വീടുകളൊക്കെ കാണുന്നുണ്ട്.